ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോഫി ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെ mp3 വോയിസ് ആയിട്ട് അതല്ല നമ്മുടെ mp3 സോങ്സ് ഒക്കെ നമുക്ക് എങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി നമ്മളൊരു വാട്സപ്പ് ഓഡിയോ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം റെക്കോർഡ് ആൻഡ് ലൈബ്രറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഗാലറിയിലുള്ള ഏത് സോങ് ആണോ അതല്ല ഏത് ഡയലോഗ്സുകളാണോ നമുക്ക് വെക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് അതിനുശേഷം കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ആ ഒരു mp3 ഒന്ന് കൺവേർട്ട് ചെയ്ത് 30 സെക്കൻഡ് ആയിട്ട് അത് അവർ ലോഡ് ചെയ്ത് നമുക്കത് പിന്നീട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സോങ് അവിടെ കാണാം. അതിനുശേഷം താഴെ കാണുന്ന ആ ശരിയെന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കളർ നമുക്ക് കൊടുക്കാൻ നമ്മളോട് പറയും. ബ്ലാക്ക് കളർ ആയിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ വേറൊരു കളറാണ് സെലക്ട് ചെയ്യുന്നത്, കാരണം വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേറൊരു കളർ സെലക്ട് ചെയ്തത്. ഇതാണ്. അതിനുശേഷം നമുക്ക് കാണാം താഴെയായിട്ട് ഷെയർ എന്നുള്ളതും ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷനും പിന്നെ വാട്സപ്പിൻ്റെ ഒരു ചിഹ്നവും. ആ വാട്സപ്പ് എന്നുള്ള ചിഹ്നത്തിൽ കയറി നമ്മൾ സ്റ്റാറ്റസിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ അപ്ലോഡ് ചെയ്യും. വീണ്ടും നമുക്ക് ഇതിന് സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ഓഡിയോസുകൾ സ്റ്റാറ്റസ് ആയിട്ട് തന്നെ വെക്കാം. നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.